കരവന അഖിൽ കൊലപാതക കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അഖിൽ എന്ന അപ്പുവാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായ ഇയാളെ ഫോർട്ട് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. അതേസമയം ഗൂഢാലോചനയിൽ പങ്കുള്ള മറ്റു 3 പേരെ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന പേരിൽ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശാലിനി, ഈ പ്രധാന പ്രതി പിടിയിലായിട്ടുണ്ട്. ഇനി മറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നല്ലേ ഈ അഖിലിനെ പിടികൂടിയത്? ഈ മറ്റുള്ളവരും അവിടെ ഒളിച്ചിരിക്കാനാണ് സാധ്യത എന്നാണ് പോലീസിന്റെ നിഗമനം. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേസിൽ നിർണായകമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയ 3 പേരെ പോലീസ് ആദ്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഹരിലാല്, കൃഷ്ണ, കിരൺ കൃഷ്ണ എങ്ങനെ 3 പേരെയാണ് ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള 3-ാം പ്രതി എന്ന് സംശയിക്കുന്ന അനീഷിനെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. രാത്രി ഏറെ വൈകിയാണ് ഈ ഒരു ഔദ്യോഗികമായി 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. കേസിന്റെ നിർണായകമായിട്ടുള്ള പ്രതികളൊന്നായ അഖിലിനെയാണ് തമിഴ്നാട് വെല്ലിലോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്ത 2 പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 പേർ വിനീഷ്, സുമേഷ് എന്നിവർക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നു. പ്രതികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഒളിവിലായിരിക്കും എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള നിഗമനവും സ്ഥിരീകരണവും ഒക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അനീഷിനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഫോൺ രേഖകളും മറ്റ് വിവരങ്ങളും ഒക്കെയായി പരിശോധനകൾ ഊർജിതമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് 1-ാം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്ത് ഇയാളുടെ വൈദ്യപരിശോധന ഉൾപ്പെടെ അടുത്ത മണിക്കൂറിൽ നടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് 2 പ്രതികളും തമിഴ്നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഷാഡോ പോലീസും ഒപ്പം തന്നെ കേരള പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 26-ാം തീയതിയാണ് തിരുവനന്തപുരം പാപ്പനംകോടുള്ള ഒരു ബാറിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടാകുന്നത്. ഈ വാഗ്വാദമാണ് പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന അഖിൽ കൊലക്കേസിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം സമീപത്തെ പെറ്റ് ഷോപ്പിന് സമീപത്ത് വെച്ച് അതിക്രൂരമായ രീതിയിൽ, ഒരുപക്ഷെ 2019 നടന്ന അനന്തു ഗിരീഷ് കൊലപാതകം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെയാണ് ആ കേസിൽ പങ്കെടുത്ത അതേ കൊലയാളികൾ തന്നെ ഈ ഒരു കൊലയും കൃത്യവും നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മൃഗീയമായി തന്നെ തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഒപ്പം ശാരീരികമായി വലിയ രീതിയിലുള്ള മർദ്ദനവും ക്രൂരതയും അഖിലിന് നേരെ നടത്തുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായി തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ 1-ാം പ്രതി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന അഖിലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ലഹരി ഉപയോഗം ഒപ്പം തന്നെ നിരവധി കേസുകളുടെ പ്രതിയൊക്കെയാണ് ഈ സംഘം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. 2019 നടന്ന അനന്തു ഗിരീഷ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിചാരണ തുടരുകയാണ്. ആ വിചാരണ വേളയിൽ ജാമ്യം അനുവദിച്ചാണ് ഈ 4 പ്രതികളും പുറത്തിറങ്ങിയിട്ടുള്ളത്. 7ഓളം പ്രതികളായിരുന്നു അന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിലെ 4 പ്രതികളാണ് ഇപ്പോൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിട്ടുമുള്ളത്. എന്തായാലും മറ്റ് 2 പ്രതികൾ വിനീഷും സുമേഷിനുമായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ആരോപണം പോലീസിനെതിരെ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കാരണം ഇത്രയധികം ക്രിമിനൽ സ്വഭാവമുള്ള പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവരെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ടായിരുന്നു. അത് പോലീസ് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള വിമർശനം പോലീസിന് നേരെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് ഈ 2 പ്രതികൾക്കായുള്ള തിരക്കിട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടരുന്നത്. എന്തായാലും നിലവിൽ അഖിലിനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മറ്റ് നടപടിക്രമങ്ങളും പോലീസ് പൂർത്തിയാക്കുന്നുണ്ട്. മറ്റ് പ്രതികളെ ഇന്ന് തന്നെ പിടികൂടാനാകും. അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പിടികൂടാനാകും എന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയിലാണ് കേരള പോലീസ് ഉള്ളത്. അനു.